കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ഈ ജലോത്സവത്തിന്റെ തുടർന്നുള്ള വിവരണത്തിന് തോൾ പടമാണ്. അങ്ങനെ 25 ആളുകൾ കയറി തുഴയുന്ന, പരമാവധി 25 ആളുകൾ കയറി തുഴയുന്ന ഇരട്ടുകുത്തിയിലെ ബി ഗ്രേഡ്, നമ്മുടെ ഈ മധ്യകേരളത്തിലെ ബി ഗ്രേഡ് എന്ന് പറയുന്ന വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. 10 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ആദ്യ ഹീറ്റ്സിൽ 4 വള്ളങ്ങൾ മത്സരിക്കുന്നു. ആദ്യ ട്രാക്കിൽ, ഒന്നാമത്തെ ട്രാക്കിൽ മടപ്പളാതിർത്ത്, രണ്ടാമത്തെ ട്രാക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മൂന്നാമത്തെ ട്രാക്കിൽ മയിൽവാഹനൻ, നാലാമത്തെ ട്രാക്കിൽ ജിബി തട്ടകൻ. അങ്ങനെ 4 കളിവള്ളങ്ങൾ, ബി ഗ്രേഡിലെ 4 കളിവള്ളങ്ങൾ, ചരിത്രമുള്ള പാരമ്പര്യമുള്ള വള്ളങ്ങൾ അല്പസമയത്തിനകം മത്സരിച്ചു വരും. ഇതിന്റെ ക്യാപ്റ്റന്മാർ MBC മടപ്പളാതിരുത്തിന്റെ തൊഴിൽക്കാർ തുടങ്ങിയ മടപ്പളാതിരുത്തിന്റെ ക്യാപ്റ്റൻ നെട്ടൂർ 3 കൂട്ടുകൽ പാസ്കൽ മകൻ ജേക്കബ് ഹഡ്സൺ. എന്റെ സുഹൃത്ത് അദ്ദേഹം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അദ്ദേഹം വള്ളംകളിയുടെ ഒരു ആരാധകൻ എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമാവില്ല. കാരണം എന്ന് വെച്ചാൽ അതിനപ്പുറം എന്തെങ്കിലുണ്ടെങ്കിൽ അതാണ് ഭാഷ. ശരി, അദ്ദേഹത്തിന്റെ ഫാദർ നല്ലൊരു വള്ളം കളിക്കാരനായിരുന്നു, നല്ല ഒരു തുഴച്ചിൽക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മത്സരങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 850 മീറ്ററോളം വരുന്ന ഈ വാട്ടർ ട്രാക്കിൽ 4 ട്രാക്കിലൂടെ, ഒന്നാമത്തെ ട്രാക്കിലൂടെ മടപ്പളാതിരുത്ത് MBC മടപ്പളാതിരുത്തിന്റെ നേതൃത്വത്തിൽ നെട്ടൂർ 3 കൂട്ടുകൽ പാസ്കൽ മകൻ ജേക്കബ് ഹഡ്സൺ എന്ന അച്ഛൻമോൻ നയിക്കുന്ന ക്യാപ്റ്റനാണ് അദ്ദേഹം. അതുപോലെ തന്നെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 EBC ചാത്തമ്മയാണ് അതിന്റെ തുഴച്ചിൽക്കാര്. ലിജോ പൗലോസ് അതിന്റെ ക്യാപ്റ്റൻ. രാഹുൽ കാരണം ബിൽജോ അതിന്റെ തലപ്പക്കാര് ചെയ്യുന്നു. അതുപോലെ മയിൽവാഹൻ മാർക്കോസ് ഞാറക്കൽ, റോബിൻ ഞാറക്കലാണ് അതിന്റെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ജിബി തട്ടകൻ SSBC തുഴച്ചിൽക്കാരാണ് തുഴയുന്നത്. ആകാശ് പൂപ്പള്ളിയാണ് അതിന്റെ ക്യാപ്റ്റൻ. പ്രഭോഷ് അനീഷ് അവർ അമരം കൈകാര്യം ചെയ്യുമ്പോൾ ഷിബിൻ ഇതിന്റെ അടിയം കൈകാര്യം ചെയ്യുന്നു. മടപ്പളാതിരുത്ത്, ഈ അടുത്തിറങ്ങിയ മടപ്പളാതിരുത്തുകാരുടെ സ്വന്തം, അവരുടെ വള്ളം മടപ്പളാതിരുത്ത് എന്ന പ്രദേശത്തിന്റെ പേരിൽ വള്ളം പണിത് ഇറക്കിയിരിക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, ഗോകുലത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് ഷെയർ ഓണേഴ്സ് ഉള്ള ആ വള്ളം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2. അതുപോലെ തന്നെ മയിൽവാഹനൻ ജിബി തട്ടകൻ, ഗോകുലത്തിലെ തോമസ് സീഡന്റെ ഉടമസ്ഥതയിലുള്ള ആ വള്ളം ജിബി തട്ടകൻ 4ാമത്തെ ട്രാക്കിലൂടെയും കടന്നു വരികയാണ്. ഇപ്പോൾ മടപ്പളാതിരുത്താണോ, അതുപോലെ തന്നെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ, മയിൽവാഹനാണോ, ജിബി തട്ടകനാണോ? മടപ്പളാതിരുത്ത് ഒരല്പം മുന്നില്, ഏകദേശം വിജയം ഉറപ്പിച്ചതുപോലെ തന്നെ ഒരു ട്രാക്ക് കുറ്റിക്ക് മുന്നില് ആയിട്ട് നിൽക്കുന്നുണ്ട്. 2-3 തലവെട്ട് പിടിച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ മടപ്പളാതിരുത്ത് MBC മടപ്പളാതിരുത്തിന്റെ നേതൃത്വത്തില് അച്ഛൻമോന്റെ ക്യാപ്റ്റൻസിയിൽ കടന്നു വരുമ്പോൾ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒപ്പം തന്നെയുണ്ട്. 2ാമത്തെ ട്രാക്കിലൂടെ EBC നേതൃത്വത്തില്, അത് 3ാമത്തെ ട്രാക്കിൽ മയിൽവാഹനൻ, 4ാമത്തെ ട്രാക്കിലുള്ള ജിബി തട്ടകൻ. ഇവരൊക്കെ ഒരല്പം പിറകിൽ പോയെങ്കിലും ഇങ്ങനെ കടന്നു വരുന്ന 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ ഏകദേശം ഒരു തലവിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അത് മടപ്പളാതിരുത്ത് ഇത് ഏകദേശം ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുകയാണ്. ഈ സമയം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ജഡ്ജസ് അറിയിക്കും. വിജയ പരാജയങ്ങളെ കുറിച്ചുള്ള വിധിയും കർത്താക്കളെ അറിയിക്കും. നമുക്ക് അടുത്ത മത്സരത്തിന് 3 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഈ കൈതപ്പുഴ കായല് അരൂർ ജലോത്സവത്തിന്റെ 3ാമത്, കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി മത്സരം നടത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, താനിയൻ ഹാട്രിക് സ്വപ്നമായി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഗോകുലത്ത് കഴിഞ്ഞ വർഷത്തെ വിജയിയാണ്. അവരുടെ വിജയം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ അവർ പങ്കാളികളാവും. ഇനി അടുത്ത മത്സരം, 2ാമത്തെ ഹീറ്റ്സ് മത്സരം സെന്റ് ജോസഫ് നമ്പർ 1, അതുപോലെ തന്നെ 2ാമത്തെ ട്രാക്കിൽ ഗോകുലത്തും 3ാമത്തെ ട്രാക്കിൽ